ഞാൻ തുടരും പടം കാണാൻ പോയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. എൻ്റെ കയ്യിൽ പൈസ പോയില്ല. കൊടുത്ത പൈസയ്ക്ക് പടം ലാഭമാക്കി തന്നു. എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ പോയി നിങ്ങൾ പടം കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു സൈലൻറ്റ് ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ ക്യാരക്ടറൊക്കെ മിസ്സ് ചെയ്യാതെ തിയേറ്ററിൽ പോയി തന്നെ കാണും. തിയേറ്ററിൽ പോയി കാണാതെ ഫോണിൽ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. പിന്നെ വേറൊരു ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടുന്നത്. പഴയ ലാലേട്ടനെ കാണാം, പുതിയ ലാലേട്ടനെ കാട്ടി പഴയ ലാലേട്ടനെയാണ് പടത്തിൽ കാണിക്കുന്നത്. പക്ഷെ സസ്പെൻസ് ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് വേറൊരു രീതിയിലാണ് മാത്രം. പക്ഷെ ഇതെല്ലാം ലാലേട്ടൻ്റെ ഒരു സൈലന്റ് ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ കഴിഞ്ഞ് ലാലേട്ടൻ കുതിച്ചൊരു വരവുണ്ട്. അന്ന് അവിടെ പുലിമുരുകനാണെങ്കിൽ ഇന്ന് ഇവിടെ ആനക്കൊമ്പന. അമ്മാരി പടവാണ് മക്കളെ, കാണാൻ മിസ് ചെയ്യരുത്. കാരണം ഓരോ ഡയറക്ടറിനകത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും, കണ്ടു പഠിക്കും. ഈ ഒരു ഡയറക്ടറെ എടുത്ത് വെച്ചിരിക്കുന്ന പടം കണ്ടു പഠിക്കും. ആ അവസാന ഭാഗമൊക്കെ കാണുമ്പം കണ്ണീന്ന് വെള്ളം വരും. എനിക്ക് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്നപ്പം ബൂസ്റ്റപ്പ് അടിച്ച് അത്രയ്ക്ക് നല്ലൊരു എനർജി ലെവൽ പടമാണ് തുടരും. ഇത് 100 കോടി ക്ലബിൽ കയറിയില്ലെങ്കിലും ഈ ഒരു ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിൽ കാണും. പിന്നെ ശോഭനാമ്മ ഒന്നും ഒരു രക്ഷയില്ല, വേറെ ലെവല് സെറ്റാണ്. പണ്ട് നമ്മൾ ശോഭനാമ്മയും ലാലേട്ടനെയും ആ ലെവലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2025 വർഷത്തിൽ അവർ തരുന്ന നമുക്ക് വേറൊരു ലെവലിൽ വേഷണം. കാത്തിരിക്കാനും ഓർത്തിരിക്കാനും പറ്റിയൊരു നല്ല ക്യാരക്ടറാണ് ശോഭനാമ്മയും നമ്മൾ ലാലേട്ടനും ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരെ പറയണ്ടല്ലോ, എല്ലാവരും ഒന്നിനൊന്നും വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തിയേറ്ററിൽ പോയി കാണാനിരുന്ന വലിയ നഷ്ടം ആയിരിക്കും സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കൊടുക്കുന്ന പൈസ ലാഭമായിരിക്കും എന്നൊരു സംഭവം ഈ പടത്തിലുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും. തിയേറ്ററിൽ പോയി കാണാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ. ഇതെൻ്റെ കുഞ്ഞ് മൂവി റിവ്യൂ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.